കുട്ടികളിൽ തലവേദന പറയുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്ട്രെസ് എന്ന ഫാക്ടർ മുതിർന്നവരിൽ മാത്രമല്ല കുട്ടികളിലും ഉണ്ടാവാം. ഫാമിലി ഇഷ്യൂസ്, സ്കൂളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങളും അവരുടെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യാം. കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതായത് ഭയങ്കര ദേഷ്യത്തിൽ പെരുമാറുക, ഫോഴ്സ് ചെയ്ത് അവരെ കൺട്രോൾ ചെയ്യുക, ഓവർ കെയർ ചെയ്യുക, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ നെഗ്ലക്ട് ചെയ്യുക. ഈ രീതിയിൽ പാരൻസ് മാത്രമല്ല ടീച്ചേഴ്സോ അല്ലെങ്കിൽ അവർ ഇഷ്ടപ്പെടുന്നവരൊക്കെ പെരുമാറുമ്പോൾ കുട്ടികൾ പല കാര്യങ്ങളും, ഒരുപക്ഷെ എന്തെങ്കിലും സബ്ജക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ പലതും ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റാണ്ട് വരുമ്പോൾ സ്ട്രെസ് ലെവൽ വർദ്ധിക്കാം. ഇത്തരം കുട്ടികൾ ഫ്രീക്വന്റ് ആയിട്ട് തലവേദന പറയുമ്പോൾ അവരെ എക്സാമിൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്കാനിങ്, ലാബ് ടെസ്റ്റ്, മറ്റ് ഇൻവെസ്റ്റിഗേഷൻസ്, കാഴ്ച പരിശോധിക്കുക, ഇതിലൊന്നും തന്നെ വേറെ ഫൈൻഡിങ്സ് ഒന്നും പലപ്പോഴും ഉണ്ടാവണമെന്നില്ല. സോ തലവേദനയ്ക്കുള്ള മെഡിസിൻസ് അവർക്ക് നൽകുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനോ പഠിക്കാതിരിക്കാനുള്ള എക്സ്ക്യൂസ് ആയിട്ടായിരിക്കും അവരുടെ തലവേദനയെ പാരൻസും മറ്റുള്ളവരും കാണുന്നത്. എന്നാൽ കുട്ടികൾ ഇങ്ങനെ എന്തെങ്കിലും സ്ട്രെസ് ഫാക്ടേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിച്ചെങ്കിൽ മാത്രമാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാൻ സാധിക്കും. കറക്റ്റായ ട്രീറ്റ്മെന്റിനോടൊപ്പം ഒരുപക്ഷെ കൗൺസിലിങ്ങും മെന്റൽ സപ്പോർട്ടൊക്കെ അവർക്ക് ആവശ്യമായി വന്നേക്കാം. മൈഗ്രെയിനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ചെയ്യുക.